പക്ഷെ അതിനെ വക്രീകരിച്ച് തങ്ങളുടെ ലൈംഗികമായ ആവശ്യത്തിന് സ്ത്രീയെ ഉപഭോഗ വസ്തുവാക്കി മാറ്റാനുള്ള ചില ആളുകളുടെ താല്പര്യം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നുണ്ട്. ഈ പറയുന്ന മതകേന്ദ്രീകൃതമായ ചില ആളുകൾ, ചില കേന്ദ്രങ്ങൾ, രാജ്യവിരുദ്ധർ, കോൺഗ്രസ്, CPM എല്ലാം നടത്തിയത് എന്തിനാണ്? യൂണിഫോം സിവിൽ കോഡ്. ഈ രാജ്യത്ത് ഐഷ മുഹമ്മദ്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഐഷ മുഹമ്മദിന്റെ മകൾ 10 വയസ്സുകാരിയ പെൺകുട്ടി, അതേപോലുള്ള അച്ഛനില്ലാത്ത പെൺകുട്ടിമാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസമുള്ള ഇവർ ഇങ്ങനെയാണ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അയാൾ വേറെ വിവാഹം കഴിച്ചു. വിദ്യാഭ്യാസമുള്ളവർ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസവും ലോകപരിചയവുമില്ലാതെ മതം വിശ്വസിക്കുന്ന ആളുകൾ എത്ര ഇരട്ടിയായിരിക്കും ഈ സംസ്ഥാനത്ത് രാജ്യത്തും ചെയ്യുക എന്നുള്ള ചോദ്യം. ഇത്തരം നിയമങ്ങൾ കേരളത്തിന്റെ പ്രബുദ്ധം എന്ന് നമ്മൾ പറയുന്ന മനസാക്ഷിയെ ഇല്ലാതാക്കുന്ന, കേരളത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇത്തരം വിഷയങ്ങൾ. ഇത്തരം ഐഷ ഫാത്തിമമാരുടെ കണ്ണുനീര് എന്നാണ് സൂചിപ്പിക്കുക. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ ജില്ലയിൽ ആയിഷ മുഹമ്മദ് എന്ന യുവതി സ്വന്തം ഭർത്താവിൻ്റെ വീടിന് മുൻപിൽ രാപ്പകൽ സമരവുമായി രംഗത്ത് വന്നത്. അവർ പറയുന്നത് ഇതാണ്: വിവാഹമോചനം ഭർത്താവ് നേടിയില്ല, മുത്തലാഖ് ചൊല്ലിയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് യുവതി പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ ഒരു വിഷയം ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകളും കൊടുമ്പിരി കൊള്ളുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ഗോകുൽ ഗോപിനാഥ്. ഇവിടെ തൃശ്ശൂർ ചാവക്കാട് എടക്കഴിയൂരിൽ ഐഷ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അമ്മ, ഒരു ഭാര്യ കഴിഞ്ഞ 12 ദിവസമായി രാപ്പകൽ സമരത്തിലാണ്. സാധാരണ നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങളിലാണ് രാപ്പകൽ സമരം നടത്തുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് കാണുന്നത്. ഇവിടെ സത്യത്തിൽ ഈ പറയുന്ന ഐഷ മുഹമ്മദിന്റെ ഈ സമരവും രാഷ്ട്രീയം തന്നെയാണ്. എന്ത് രാഷ്ട്രീയമാണ്? ഈ രാജ്യം ചർച്ച ചെയ്യേണ്ട യഥാർത്ഥ രാഷ്ട്രീയമാണ്. കേരളത്തിൽ, ഈ രാജ്യത്തും കേരളത്തിലും നിലവിൽ നിലകൊള്ളുന്ന മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട ശരീഅത്ത് നിയമം. ശരീഅത്ത് നിയമത്തിൽ ഒരു ആണിന് മുസ്ലിമായാൽ 4 ഘട്ടം. ഒരാളെ മൊഴി ചൊല്ലി ഒരാളെ വിവാഹമോചനം നേടി കെട്ടേണ്ട ആവശ്യമില്ല. ഒരേ സമയത്ത് 4 ഘട്ടം എന്ന രീതിയിലേക്ക് പ്രാകൃതമായ, നബിയുടെ കാലത്ത് അന്നത്തെ യുദ്ധത്തിലും അന്നത്തെ പ്രതിസന്ധികളിലുമെല്ലാം ആണുങ്ങൾ ഇല്ലാതായി പോയൊരു കാലത്ത് സ്ത്രീകളെ കുടുംബമായി നിലനിർത്താൻ വേണ്ടി അന്ന് മതപരമായി തീരുമാനിച്ചൊരു നിയമമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് അതൊക്കെ. പക്ഷെ അതിനെ വക്രീകരിച്ച് തങ്ങളുടെ ലൈംഗികമായ ആവശ്യത്തിന് സ്ത്രീയെ ഉപഭോഗ വസ്തുവാക്കി മാറ്റാനുള്ള ചില ആളുകളുടെ താല്പര്യം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെടുന്നുണ്ട്. ഈ രാജ്യത്ത് കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയും, കഴിഞ്ഞ വർഷങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഈ പറയുന്ന മതകേന്ദ്രീകൃതമായ ചില ആളുകൾ, ചില കേന്ദ്രങ്ങൾ, രാജ്യവിരുദ്ധർ, കോൺഗ്രസ്, CPM എല്ലാം നടത്തിയത്. അപ്പോ എന്തിനാണ് യൂണിഫോം സിവിൽ കോഡ്? നമ്മുടെ രാജ്യത്ത് 2 തരത്തിലുള്ള നിയമങ്ങളാണുള്ളത്. ഒന്ന് ക്രിമിനൽ നിയമം, ഒന്ന് സിവിൽ നിയമം. ക്രിമിനൽ നിയമം എല്ലാവർക്കും ബാധകമായതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സിവിൽ നിയമം ചില ആളുകൾക്ക് എന്താ പറയാ, എക്സെപ്ഷൻ ഉണ്ട്. ആ എക്സെപ്ഷൻ, ആ മാറ്റി നിർത്തൽ, അവർക്കത് പരിഗണന ഇല്ല എന്ന രീതിയിൽ ഹിന്ദുവിന് 1 ഘട്ടം, ഇസ്ലാം വിശ്വാസിയാണെങ്കിൽ 4 ഘട്ടം, ജൈനന് വേറെ, ബൗദ്ധന് വേറെ എന്ന രീതിയിലേക്ക് ചില മതങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യത്തിൽ സിവിൽ നിയമം നിലനിൽക്കുകയാണ്. ആ നിലനിൽക്കുന്ന സിവിൽ നിയമം പ്രത്യേകിച്ച് സ്വത്ത്, അതുപോലെ ദത്തെടുക്കൽ, അതുപോലെ തന്നെ കുട്ടികൾ, അതുപോലെ തന്നെ വിവാഹം, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ മതം പറയുന്നത് ചില വ്യക്തികൾക്കും മതവിശ്വാസികൾക്കും അംഗീകരിക്കുന്ന രീതിയിലേക്ക്, അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുന്നു. എന്താ അതിന്റെ അവസ്ഥ? ഈ രാജ്യത്ത് ഐഷ മുഹമ്മദ്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് ഐഷ മുഹമ്മദിന്റെ മകൾ 10 വയസ്സുകാരിയ പെൺകുട്ടി, അതേപോലുള്ള അച്ഛനില്ലാത്ത പെൺകുട്ടിമാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്തെ BJPയും പറഞ്ഞത്, യൂണിഫോം സിവിൽ കോഡ് വേണം. യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള മുസ്ലിം സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലവിലെ സാഹചര്യത്തെ മാറ്റുക എന്നുള്ളതാണ്. അവരുടെ താലി ഇറക്കുന്ന നിലവിലെ ഈ പറയുന്ന ശരീഅത്ത് നിയമത്തെ മാറ്റി ഏകീകൃത സിവിൽ കോഡിലൂടെ അവർക്ക് സംരക്ഷണവും ആത്മാഭിമാനവും അവരുടെ
കഴുത്തിലെ താലിക്ക് ശക്തി നൽകുക എന്നുള്ളതാണ്. അവരുടെ കുട്ടികൾക്ക് അച്ഛനും അമ്മയുമുള്ള ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അങ്ങനെ അസ്ഥിരമായിരിക്കുന്ന ഈ ശരീഅത്ത് നിയമം, മതകേന്ദ്രീകൃതമായ ശരീഅത്ത് നിയമം നമ്മുടെ കേരളത്തിലും പ്രബുദ്ധം. ആരാ ഇവരെന്താ? ഐഷ ഫാത്തിമ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഐഷയുടെ ഭർത്താവ് ഉപേക്ഷിച്ച അലി ഡോക്ടറാണ്. വിദ്യാഭ്യാസമുള്ള, നമ്മളെല്ലാം അളവുകൾ വിദ്യാഭ്യാസമാണല്ലോ, വിദ്യാഭ്യാസമുള്ള ഇവർ ഇങ്ങനെയാണ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. അയാൾ വേറെ വിവാഹം കഴിച്ചു. ഇവരെ മുത്തലാഖ് ചൊല്ലിയില്ല. നിയമപരമായി വിവാഹം കഴിച്ച ഭാര്യയെ ഉപേക്ഷിക്കാതെ വേറെ വിവാഹം കഴിക്കാൻ നിയമപരമായി അയാൾക്ക് അവകാശം ഉണ്ടെന്നേ. യൂണിഫോം സിവിൽ കോഡ് വരുന്നത് വരെ അയാൾക്ക് അതിൻ്റെ അവകാശമുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ രാജ്യത്ത് അച്ഛനില്ലാത്ത മക്കൾ, ഈ രാജ്യത്ത് താലിക്കുറപ്പില്ലാത്ത അമ്മമാർ, ഭാര്യമാർ ഈ രാജ്യത്ത് ഓരോ നിമിഷവും പിറന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസമുള്ളവർ ചെയ്യുമ്പോൾ വിദ്യാഭ്യാസവും ലോകപരിചയവുമില്ലാതെ മതം വിശ്വസിക്കുന്ന ആളുകൾ എത്ര ഇരട്ടിയായിരിക്കും ഈ സംസ്ഥാനത്തും രാജ്യത്തും ചെയ്യുക എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കാൻ, നമ്മുടെ കൂടപ്പുറപ്പുകൾ നിലനിൽക്കാൻ, നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ഈ നാട്ടിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഈ പറയുന്ന ശരീഅത്ത് നിയമങ്ങൾ മാറ്റി ഈ രാജ്യത്ത് എല്ലാവർക്കും അംഗീകരിക്കാനും എല്ലാവർക്കും ഏകീകൃതമായി ഉപയോഗിക്കാൻ കഴിയുന്ന സിവിൽ നിയമം, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയാൽ മാത്രമേ ഐഷ മുഹമ്മദുമാർ സൃഷ്ടിക്കാതെ അവരുടെ മക്കൾ, ഐഷയും മകളും തെരുവിൽ വെയിലത്ത് മഴയത്ത് ചെളിയിൽ സമരം നടത്തി സ്വന്തം ജീവനാംശത്തിന്, സ്വന്തം അവകാശത്തിന്, ആത്മാഭിമാനത്തിന് വേണ്ടി സമരം നടത്തേണ്ട ഗതികേടിലേക്ക് പോകാതിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി സർക്കാർ ഇടപെടണം എന്ന ആവശ്യമാണുള്ളത്. ഇത്തരം നിയമങ്ങൾ കേരളത്തിന്റെ പ്രബുദ്ധം എന്ന് നമ്മൾ പറയുന്ന മനസാക്ഷിയെ ഇല്ലാതാക്കുന്ന, കേരളത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇത്തരം വിഷയങ്ങൾ. ഇത്തരം ഐഷ ഫാത്തിമമാരുടെ കണ്ണുനീര് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ചാവക്കാട് താലൂക്കിലെ എടക്കഴിയൂരിൽ ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫിന്റെ വീടിന് മുൻപിലാണ് യുവതിയുടെ സമരം. തന്റെ സ്വർണവും പണവും തിരിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ട് 10 വയസ്സുകാരിയായ മകളോടൊപ്പമാണ് ആയിഷ സമരം നടത്തുന്നത്. 13 വർഷം മുൻപ് വിവാഹിതയായ ആയിഷയ്ക്ക് വിവാഹ സമയത്ത് കുടുംബം 100 പവൻ സ്വർണവും 15 ലക്ഷം രൂപയും നൽകിയിരുന്നുവെന്നും പിന്നീട് കൂടുതൽ സ്വത്തും സ്വർണവും ആവശ്യപ്പെട്ട് ഭർത്താവും വീട്ടുകാരും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്നുമാണ് ആയിഷയുടെ ആരോപണം. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.